Hello. Welcome to market discussion of the day. Today, May 22nd, 2025. വെനസ് തേഴ്സ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് എല്ലാ ആഴ്ചകളിലും ചൊവ്വാഴ്ചകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിക്കൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, സീരിയസ് ആയിട്ടാണെങ്കിൽ മാത്രം. ഫ്രീ ആണ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും വെറുതെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു വെറുതെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പേരിൽ ചോദിക്കാതെ സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി 7:30 മണിക്കും 10:30 മണിക്കും ഇന്ത്യൻ ടൈമിംഗ്. ഓക്കെ, ഈ സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം വിളിക്കുക, ഏതെങ്കിലും ഒരു സമയത്ത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. ഇന്ന് നമുക്ക് വീണ്ടും ഒരു ടെക്നിക്കൽ ദിവസം തന്നെയാണ്. നമുക്ക് പൊളിറ്റിക്കലി നമ്മുടെ ഫണ്ടമെൻ്റൽസിൽ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. ഓക്കെ, സോ നമ്മൾ കലണ്ടർ ബേസ് ചെയ്ത് ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് ഒരു ന്യൂസും ഇന്നത്തെ ദിവസം ഇല്ല. ഓക്കെ, ഇപ്പം എന്താ പറയുക, തേഴ്സ്ഡേ ഇന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും കാണാനായിട്ടില്ല. ആപ്പാടെ നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും 3 മണിക്ക് വരുന്ന എക്സിസ്റ്റിംഗ് ഹോം സെയിൽസും മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അത് ഭയങ്കര വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ആ സമയത്ത് ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് അനങ്ങുമായിരിക്കും, അത്രേ ഉള്ളൂ. അതിൻ്റെ മുകളിലൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ വരാനുണ്ട്. യു എസ് പ്രസിഡൻറ്റും സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻറ്റും തമ്മിലുള്ള ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, വേറെ എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ പറയുന്നത് പോലെ വാറിനെ സംബന്ധിക്കുന്ന പീസ് ചർച്ചകളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ അതിൻ്റെ ന്യൂസുകളൊക്കെ വരാനായിട്ട് കിടപ്പുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് എന്താണ് എനിക്ക് നമ്മുടെ നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡ് എനിക്ക് പറയാനായിട്ടുള്ളത്. എടുത്ത് ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പം JPY വളരെ ചെറിയ മൂവ്മെൻറ്റിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇന്ന് രാവിലെ ഒരു 143.4 നിന്ന് 144 പോയിൻറ്റ്, ഒരു 100 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്, എന്താ പറയുക, 100 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് പെട്ടെന്ന് ഉണ്ടായതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒരു വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഗോൾഡിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 143.28 റേഞ്ചിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് പറയണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. 143 അവിടെ നിൽക്കുകയാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ നമ്മൾ 144 അവിടെ നിന്നൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി അന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് രാത്രി ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് 142 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു പ്രോപ്പറായിട്ടുള്ളൊരു ബൈ ചെയ്യാം. ഓക്കെ, 144 മുകളിൽ ഇന്ന് മാർക്കറ്റ് അവസാനിക്കുകയും നാളെ രാവിലെ 7:30 മണിക്ക് 144 മുകളിലാണെങ്കിലും നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിലും ബൈ ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു ട്രേഡ് എടുക്കാതിരിക്കുക, 143 അവിടെ നിന്നും ഒരു ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. സോ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.1317 റേഞ്ചിൽ നിൽക്കുന്നു. യൂറോ 1.1300 താഴെയായിട്ട് ഓക്കെ മാർക്കറ്റ് ടൈമിങ്ങിൽ വന്നാൽ നമുക്ക് അവിടുന്ന് ചെറിയൊരു സെല്ല് എടുത്തുകൊണ്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം യൂറോയിൽ. ഓക്കെ, ഒരു 50 to 60 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഞാൻ യൂറോയൊക്കെ ഒരിക്കലും സെൽ സൈഡ് നിൽക്കണമെന്ന് പറയുന്ന ആളല്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇന്നലെ പോയ ഹൈഡ് അവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് യൂറോയിൽ. അതും ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാക്സിമം 40 to 60 പിപ്സിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണത്. അതിൽ കൂടുതലുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച് നിൽക്കരുത് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP സെയിം തന്നെയാണ്. GBPയും 1.342 ആ റേഞ്ചിൽ നിൽക്കുകയാണ്. ഇന്നലെ മാക്സിമം പോയത് 1.34660 ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്.
സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റ് ഒന്ന് 1.3400 താഴെയായിട്ട് മാർക്കറ്റ് വന്നു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു 40 to 50 പിപ്സിൻ്റെ സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് GBP എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഒന്നും എനിക്ക് കണ്ടിടത്തോളം ഇല്ല. ഓക്കെ, നമുക്ക് കാരണം ഇന്ന് 1.3400 മുകളിലാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും ഇപ്പം ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതില്ല, ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു കമൻസ് ഇല്ല. പക്ഷേ രണ്ട് മാർക്കറ്റ് ടൈമിങ്ങിൽ 1.3400 താഴെയായിട്ട് വന്നാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയ സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡിൻ്റെ ഒരു റേഞ്ച് ഇന്നലെ തന്നെ പലവട്ടം 3330 എന്ന് പറയുന്ന 3300 അല്ലെങ്കിൽ 3290. ഓക്കെ, അവിടെ ഒക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 3290 വരെ ഇന്നലെ ഉച്ചയ്ക്ക് UK ടൈമിംഗ് ഉച്ച സമയത്ത് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് 3295 വരെ വന്നു. പക്ഷേ ക്യാൻഡിൽ ഫോർമേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 3300 മുകളിലാണ് ഇന്നലെ നടന്നിട്ടുള്ള എല്ലാ ക്യാൻഡിൽ ഫോർമേഷനും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ 3300 ഉറപ്പായിട്ടും ഒരു സപ്പോർട്ട്, സോളിഡ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, അതാണ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3300 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈയ്, 3345 3350 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ സെല്ല്. 3300 തൊട്ട് 3350 വരെയാണ് ഇന്നത്തെ റേഞ്ച്. സോ ഇതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. സോ അങ്ങനെ നമുക്ക് 3330 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർക്കൊരു 200 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ എടുത്ത് ടേക്ക് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇന്നലെ പോയ ലോ 3290 താഴെ $2 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 3288 വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ മുകളിലോട്ട് പോകും 3345 എന്ന് പറയുന്ന അവിടെ നമ്മൾ സെല്ലെടുത്താൽ നമുക്ക് 3355 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ടൈറ്റായിട്ട് വെക്കണമെങ്കിൽ 3350 മുകളിലായിട്ട് $2-3 വെച്ചാലും തെറ്റില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വൻ ന്യൂസുകൾ വരാനായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ മാർക്കറ്റിനെ കുലുക്കും, എങ്ങോട്ടെങ്കിലുമൊക്കെ മാർക്കറ്റ് സഞ്ചരിച്ചെന്നിരിക്കും. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം. ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് മടിയായിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുക, ഹെഡ്ജെങ്കിലും ചെയ്യാം. ഓക്കെ, ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സെൽ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരുന്നാൽ ഓൾറെഡി അവിടെ ഹിറ്റായിട്ട് മാർക്കറ്റ് ഹെഡ്ജിലാവും. അപ്പോൾ പിന്നീട് ലോസുകളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ്, പിന്നീട് ഒരു റെസിസ്റ്റൻസ് ഒക്കെ വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ ഹെഡ്ജ് കളഞ്ഞാൽ മതിയാവും. ഓക്കെ, അത് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ എന്നിരുന്നാലും ചില ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഹെഡ്ജിലോട്ട് ചെയ്താലും തെറ്റില്ലാത്ത കാര്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ മാർക്കറ്റ് ഡിസ്കഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.